ശരി അഞ്ജലി, ഞാൻ വിളിക്കാം. ആരാ? മാളവികയുടെ മദറല്ലേ, അശ്വതി? അതെ, വരൂ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കിഷോർ രാധാകൃഷ്ണൻ, ഒരു NRI. നാട്ടിൽ വെഞ്ഞാറുമൂടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതെന്റെ മിസ്സസ് അപർണ. ഹായ്. ഇതുവളുടെ ബ്രദർ അരുൺ ഭാസ്കർ. നമസ്കാരം. അരുണും മാളവികയും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ഓ, മിസ്റ്റർ മുരളീകൃഷ്ണൻ. മുരളിയേട്ടനുണ്ട്, പുറത്തേക്ക് പോകാൻ റെഡിയാവാ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ മുരളിയേട്ടനെ വിളിക്കട്ടെ. അതെ, ഉടനെ ഒന്നും ചാടിക്കേറി പറയാൻ പോകണ്ട. പറ്റിയൊരു മൂടുണ്ടെങ്കിൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി. അയ്യടാ, ചെറുക്കന്റെ ധൈര്യമല്ല ആവിയായി പോയല്ലോ. അതെ, കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് കിഷോർ ഏട്ടൻ തീരുമാനിച്ചോളൂ. നീ വാ. റെഡ് വെൽവെറ്റ് ആണോ? എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. അവിടെ വേറെയും ഫ്ലേവേഴ്സ് ഉണ്ട്. എന്താ രണ്ടുപേരും ഒന്നും പറയാത്തത്? ഓഫ് കോഴ്സ് ഞങ്ങൾ ഇത്തിരി ധൃതി കാണിച്ചെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ച ഞാൻ ദുബായിക്ക് മടങ്ങും. അതിനുള്ളിൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം തോന്നി. എന്റെ ഒരു രീതി അങ്ങനെയാ, ഒന്നും വിചാരിക്കരുത്. സി കിഷോർ, നിങ്ങളുടെ ഫ്രാങ്ക്നെസ് എനിക്കിഷ്ടമായി. ഞാനും ഏകദേശം ഇതുപോലെ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാ. പക്ഷെ ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമോ മറുപടിയോ പ്രതീക്ഷിക്കരുത്. സത്യത്തിൽ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. യെസ്, ഐ നോ. ഒരിക്കലും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ കുട്ടിയുടെ താല്പര്യം, പിന്നെ മാളവികയുടെ വീട്ടുകാരുടെ താല്പര്യം, ഇത് രണ്ടും അനുകൂലമാണോ എന്ന് അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വിസിറ്റ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം മതിയല്ലോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അടുത്തടുത്ത വർഷങ്ങളിലാ ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 3-4 കൊല്ലം ആയിരുന്നുള്ളൂ. അപ്പോ അരുൺ എന്ന് 10th. അന്ന് തൊട്ട് ഇവന്റെ അച്ഛനും അമ്മയും ഞങ്ങളാ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ആദ്യം ഷെയർ ചെയ്യുന്നേ. എന്റെ ബ്രദറിലോ ആയതുകൊണ്ട് ഭംഗിവാക്ക് പറയുന്നതല്ല കേട്ടോ. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഉള്ള ആളാണ് അരുൺ. സ്വന്തം കരിയർ അവൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ സ്വന്തം കരിയറും ഫ്യൂച്ചറും ഇവനെ സംബന്ധിച്ചിടത്തോളം വെൽ സെറ്റാണ്. കിഷോറിനെ പോലെ സ്വന്തം ബിസിനസ്സിലാണോ അരുണിനും താല്പര്യം? യാ, ഓഫ് കോഴ്സ്. കോഴ്സ് കഴിഞ്ഞാൽ എബ്രോഡിൽ എവിടെയെങ്കിലും തുടങ്ങാൻ പറ്റുന്ന 1-2 പ്രോജക്ട്സ് എന്റെ മനസ്സിലുണ്ട്. അല്ല, അരുൺ മാളവികയോട് ഇങ്ങനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നോ? ടു ബി ഫ്രാങ്ക്, 1-2 തവണയല്ല, കുറച്ചധികം പ്രാവശ്യം ഞാൻ ഈ കാര്യം മാളവികയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാളു എന്തു പറഞ്ഞു? ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇഷ്ടക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇവിടെയുള്ളവർക്ക് എതിരെ അഭിപ്രായം ഇല്ലെങ്കിൽ മാളവികയ്ക്കും സമ്മതമാവുമെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഉറപ്പില്ല ഇവനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, മാളവിക എവിടെ? മാളും അപ്പും പുറത്തു പോയിരിക്ക. അപ്പൂന്ന് പറഞ്ഞ അപൂർവ. ഓവ്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പു ആരാണെന്നും മാളു ആരാണെന്നും അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര ഡീപ്പാണെന്നും അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ് ഇവ ഞങ്ങളോട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അശ്വതി, നീ മാളുവിനെ വിളിച്ചൊന്ന് വരാൻ പറ. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അപൂർവയും മാളവികയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഇതിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ. എന്തിനാ ഒരു മുഖവുര? അരുൺ ധൈര്യമായിട്ട് പറയൂ. മാളവിക പഠിക്കാൻ ബ്രില്യൻ്റ് ആയ കുട്ടിയാണ്. അപൂർവയും മോശമൊന്നുമല്ല. പക്ഷെ ആ കുട്ടിക്ക് മറ്റുള്ളവരുമായി എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കാനാണ് കൂടുതൽ താല്പര്യം. അത് മാളവികയുടെ സ്റ്റഡീസിനെ കൂടി ബാധിക്കാൻ ഇടയുണ്ട്. ഇപ്പൊ തന്നെ കോളേജിലുണ്ടായ ആ ഇഷ്യൂവിന്റെ പേരിൽ അപൂർവയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അതിന്റെ പേരിൽ മാളവിക എന്തിനാ ക്ലാസ്സിൽ വരാതിരിക്കണം? ക്ലാസ്സിൽ വരാനും പഠിക്കാനും ഒക്കെ മാളവികയ്ക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അപൂർവയെ ഭയന്നിട്ടായിരിക്കും ക്ലാസ്സിൽ വരാതിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ അങ്കിൾ. അത് ശരിയാണ് മുരളി. അരുണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷേ സ്വന്തം മക്കളുടെ ഫ്യൂച്ചർ
ഭദ്രമാക്കേണ്ടത് നമ്മൾ പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. എന്ത് സെന്റിമെന്റ്സിന്റെ പേരിലാണെങ്കിലും അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. എന്തായി വിളിച്ചിട്ട്? എടുക്കുന്നില്ല. ചിലപ്പോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമായിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പ്രൊസീഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് വാക്കാലെന്ന് ഉറപ്പിക്കണം. അത്രേ വേണ്ടൂ. കല്യാണമൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിച്ചാൽ മതി. പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പല വശങ്ങളെപ്പറ്റിയും ഒന്ന് വിശദമായിട്ട് ആലോചിക്കാനുണ്ട്. മതി, ധൃതിയില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം അറിയിച്ചാൽ നന്നായിരുന്നു. ഇനി അത്രയും സമയം പോരെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. ശരി, ഇറങ്ങട്ടെ. ആരോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതാവോ അമ്മ വിളിച്ചത്. ദേ ആരൊക്കെ വരുന്നുണ്ട്. ആ അവരെത്തിയല്ലോ. ഇവനെന്താ ഇവിടെ? ആവോ എനിക്കറിയില്ല. വാ മോളെ. ഞങ്ങൾ വന്നത് ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് തൽക്കാലം കുട്ടികൾ അറിയണ്ട. പ്രത്യേകിച്ച് മറ്റേ കുട്ടി. വാ. ഡാ, നിന്റെ കോളേജ് മീറ്റിന് ഞങ്ങളെയൊന്ന് പരിചയപ്പെടുത്തടാ. മാളവിക, ഇതെന്റെ ഓൺ ആൻഡ് ഓൺലി ബ്രദർ ഇൻ ലോ കിഷോർ രാധാകൃഷ്ണൻ. ഹലോ. ഇതെന്റെ സിസ്റ്റർ അപർണ കിഷോർ. ഹലോ. ഹലോ. ഞങ്ങളിവിടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോഴേ അവൻ പറഞ്ഞത് ഇവന്റെ 2 കൂട്ടുകാരികളുടെ വീട് ഇവിടെ അടുത്താണെന്ന്. എന്നാ പിന്നെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി. ഇവര് വന്നിട്ട് കുറെ നേരമായി. നിങ്ങളെ കാണാഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ആ കുട്ടി എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വിളിക്ക്. അപ്പു വാ. ഇത് അപൂർവ. ആ, എന്തായാലും രണ്ടുപേരെ ഒന്ന് കാണാൻ പറ്റിയല്ലേ, സന്തോഷായി. രണ്ടുപേരും കൂടി എവിടെ പോയതാ? ഞങ്ങൾ ലൈബ്രറി വരെ പോയതാ. ആ, ഇയാളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അരുൺ പറഞ്ഞത് കുട്ടി ഭയങ്കര സ്മാർട്ടാണെന്നാണല്ലോ. എന്നിട്ടെന്താ ഒന്നും മിണ്ടാത്തെ? അപൂർവം നമ്മളെ കണ്ട എക്സൈറ്റ്മെന്റിലെ ചേച്ചി അല്ലടോ. ബുള്ളറ്റ് റൈഡിംഗ് ആണ് കുട്ടിയുടെ ഹോബി. അതും ഒരു ഹോബിയാ. താൻ ഭയങ്കര ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണെന്നാണല്ലോ അരുൺ പറഞ്ഞത്. അത്ര ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരുവിധം മോശമില്ലാതെ കളിക്കും. ഗുഡ്. ബുള്ളറ്റ് റൈഡിംഗ്, ബാസ്കറ്റ് ബോൾ. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. യു ആർ ടു സ്മാർട്ട്. താങ്ക്സ് ഫോർ ദി കോംപ്ലിമെന്റ്. എക്സ്ക്യൂസ് മീ മാളവിക, ഒരു സെക്കൻഡ് ഒന്ന് വരൂ ചെല്ലു മോളെ. പ്ലീസ്. അപൂർവയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? ഇവിടുന്ന് 3ാമത്തെ വീടാ. കേറുന്നോ? അവിടെ ഗീതേച്ചിയുണ്ട്, അപ്പുന്റെ അമ്മ. ഇല്ലില്ല, പിന്നെ ആവട്ടെ. ഇപ്പൊ പോയിട്ട് തിരക്കുണ്ട്. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്